ഹലോ, ഞാൻ ഡോക്ടർ സ്നേഹാനിൽ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടാണ് പ്രഗ്നൻസിയിൽ ട്രാവൽ ചെയ്യാവോ ഇല്ലയോ. എപ്പോഴാണ് ആ ട്രാവലിനുള്ള സേഫസ്റ്റ് ടൈം? ട്രാവൽ ചെയ്യാം, ഓഫ് കോഴ്സ് ട്രാവൽ ചെയ്യാം. ഇപ്പം അത്യാവശ്യമുള്ള യാത്രകൾക്ക് നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ട്രാവൽ ചെയ്യാൻ ഏറ്റവും സേഫ് ടൈം എന്ന് പറയുന്നത് അത് സെക്കൻഡ് ട്രൈമസ്റ്ററാണ്. അതായത് 14 വീക്സ് ടു 28 വീക്സ് വരെയുള്ള സമയത്താണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിലും ഓരോ വേരിയേഷൻസ് വരാം. കാരണം ഒന്നുമില്ലാത്തൊരു ലോ റിസ്ക് മദറിൻ്റെ കാര്യമാണ് നമ്മളീ പറയുന്നത്. പക്ഷേ ഹൈ റിസ്ക് ആണ്, വേറെ കുറേ ഡിസീസ് അതിൻ്റെ കൂടെയുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ മാക്സിമം ട്രാവലൊന്നും അഡ്വൈസ് ചെയ്യുന്നതല്ല. പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്യാമെങ്കിൽ തന്നെ ഏതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് ട്രെയിനാണ്. ട്രെയിൻ ആകുമ്പോൾ നമുക്ക് വലിയ ജർക്കി മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർലൈൻ പോളിസിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ചില ഫ്ലൈറ്റ്സ് 34 വീക്സ് കഴിഞ്ഞ് ട്രാവൽ അലോ ചെയ്യും, ചിലർ 36 വരെ കുഴപ്പമില്ല എന്ന് പറയും. അപ്പം നിങ്ങൾ എപ്പോൾ ഫ്ലൈറ്റ് എടുത്താലും ആ ഒരു നിങ്ങളുടെ എയർലൈൻ പോളിസി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ട്രാവൽ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊലോങ്ഡ് ജേർണി, അതായത് മോർ ദാൻ 4 hours ഒക്കെ വരുന്ന ഒരു യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു 2 hours കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് കാർ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് കാലിൽ എടിമ വരാനും അതുപോലെ DVT ഡീപ് വെയിൻ ത്രോംബോസിസിനുള്ള റിസ്ക് ഭയങ്കര ഹൈ ആയിരിക്കും പ്രൊലോങ്ഡ് ജേർണി മോർ ദാൻ 4 hours വന്നു കഴിഞ്ഞാൽ. പിന്നെ സ്കൂട്ടർ, ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കമ്പാരിറ്റീവ്ലി ജർക്കി മൂവ്മെൻറ്റ്സ് കൂടുതലാണ്. പിന്നെ സ്കൂട്ടറിൻ്റെ കാര്യം നമ്മൾ എത്ര സേഫായിട്ട് പോയാലും വേറൊരാൾ വന്ന് നമ്മൾ ഇടിച്ചാലും മതിയല്ലോ. സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അബ്ഡോമിനൽ ട്രോമയ്ക്ക് ഉണ്ടാകാനുള്ള ചാൻസും ഹൈ ആണ്. അപ്പം നിങ്ങൾ എപ്പോൾ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചാലും ഒന്ന് പോയി നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അമ്മയും ബേബിയും ഓക്കെ ആണല്ലോ, ഹെൽത്തി ആണല്ലോ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലല്ലോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഓൺ ദ വേ ട്രാവലിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും തിരിച്ചു വന്നിട്ട് ഡോക്ടറിനെ കണ്ട് എല്ലാ അമ്മയും ബേബിയും ഓക്കെ ആണ് എന്നുള്ള കാര്യം ഉറപ്പാക്കാനും മറക്കരുത്. താങ്ക് യു.